ഹായ് കൂട്ടുകാരെ, എന്നൊക്കെയുണ്ട് വിശേഷം? ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി? നമ്മളിന്നൊരു ചിക്കൻ കറി വെക്കാൻ പോവാണേ. നമ്മൾ ഒന്ന് കഴുകി വാരി വെച്ചേക്കുന്ന ചിക്കനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മസാല എല്ലാം കൂടെ പുരട്ടി വെക്കുവാണ്. അപ്പോൾ കുറച്ച് നേരം അത് ഇരിക്കട്ടെ അവിടെ. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയെല്ലാം വഴറ്റിയെടുക്കാവേ. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇത് വഴറ്റാനുള്ളതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചു. ഇഞ്ചി ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടാണ് കറി വെക്കുന്നത്. നിങ്ങളെല്ലാവരും തേങ്ങാക്കൊത്ത് ഇടാറുണ്ടോ? അപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാണ് വെക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് വഴറ്റേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തും കൂടെ ഇട്ടൊന്ന് വഴറ്റി അത് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് 2 വെളുത്തുള്ളി അല്ല ചുമന്നുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ടു. ഞാൻ 3 സബോളയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നമുക്ക് വഴറ്റാം. പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നു പോയതാണ്. പിന്നെ അതൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇച്ചിരി മസാല എല്ലാം കൂടെ ഇട്ട് ചിക്കൻ മസാല എല്ലാം ഇട്ടൊന്നും അത് മൂത്ത് വന്നപ്പോഴത്തേക്കും തക്കാളി ഇട്ടു. തക്കാളി ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന ചിക്കനും ഇട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ചിക്കനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ആ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. 1 ഗ്ലാസ് വെള്ളം പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. നമുക്കത് നല്ലപോലെ തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കിയൊക്കെ വെക്കണം. അടി പിടിക്കാതെയൊക്കെ നോക്കണം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ. ഓക്കെ.